നമസ്കാരം. ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. നീതിന്യായ സംവിധാനത്തിൽ കേരളത്തിന് 1ാം റാങ്ക്. 2025 ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ടിൽ രാജ്യത്തെ വലിയ 18 സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന മികവിൽ കേരളം 4ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥ, പോലീസ്, നിയമസഹായം തുടങ്ങിയവയിലെ പ്രവർത്തന മികവ്, ഉദ്യോഗസ്ഥരുടെ എണ്ണം തുടങ്ങിയവ കണക്കിലെടുത്താണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ. കോൺഗ്രസിന്റെ മുഖപത്രമായ നാഷണൽ ഹെറാൾഡിന്റെ പ്രസാധകരായ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ ആസ്തികളുടെ ഗുണഭോക്താക്കളാകാൻ ഇരുവരും ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കും. IPL ക്രിക്കറ്റിലെ ഈ സീസണിലെ ആദ്യ സൂപ്പർ ഓവറിൽ ജയിച്ച് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ കീഴടക്കി 20 ഓവറിൽ ഇരു ടീമുകളും 188 റൺസിൽ അവസാനിപ്പിച്ചതാണ് സൂപ്പർ ഓവറിന് വഴിയൊരുക്കിയത്. ഗാസയിൽ സൈന്യം തുടരുമെന്ന് ഇസ്രായേൽ. ഗാസയിൽ കയ്യേറിയ പ്രദേശങ്ങളിൽ സൈന്യം തുടരുമെന്ന് ഇസ്രായേൽ. ഗാസയിലും സിറിയയിലുമുള്ള ബഫർ സോണുകളിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് സൈന്യം തുടരുന്നതെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച സഹതാരത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ വിൻസി അലോഷ്യസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ എക്സൈസ്. കേസെടുക്കാൻ ആവശ്യമായ വിവരങ്ങൾ ലഭിച്ചാൽ തുടർ നടപടിയുണ്ടാകുമെന്നാണ് എക്സൈസ് സൂചിപ്പിക്കുന്നത്. നന്മയുള്ളവരെക്കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ട. വിമർശനത്തിന് മറുപടിയുമായി ദിവ്യ എസ് അയ്യർ. CPM ജില്ലാ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിനെ തിരഞ്ഞെടുത്തതിനു ശേഷം അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റ് വിവാദമായതിന് പിന്നാലെയാണ് മറുപടിയുമായി ദിവ്യ എത്തിയത്. APക്ക് പിന്നാലെ റോയിട്ടേഴ്സിനും ബ്ലൂബർഗിനും വൈറ്റ് ഹൗസിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ട്രംപിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നും പ്രസ്താവനകൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നുമാണ് ഈ 2 ന്യൂസ് ഏജൻസികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലഹരി മാഫിയക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ ലഹരി സംഘത്തിന്റെ ആക്രമണം. താമരശ്ശേരിയിൽ യുവാവിന് ലഹരി മാഫിയയുടെ ആക്രമണം. ലഹരി വിരുദ്ധ സംഘമംഗമായ കട്ടിപ്പാറ സ്വദേശി മുഹമ്മദിനാണ് മർദ്ദനമേറ്റത്. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു.